ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കനും കപ്പയുമാണ് ഇന്നത്തെ ഫുഡ് ഐറ്റംസ്. കപ്പയും കൂട്ടി എങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിതാ ചിക്കനും കപ്പയും അടുപ്പത്ത് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഒന്ന് നന്നായി തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു വലിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും 3 കരയാമ്പൂവും ഒരു പച്ചമുളകും ഒരു തക്കാളിയുടെ പകുതിയും കുറച്ച് വേപ്പിൻ്റെ ഇലയും 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഞാൻ വെച്ചിട്ടുണ്ട്, ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനും കപ്പയും നന്നായി വെന്ത് വന്നാൽ അത് ഇറക്കി വെച്ച് നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഈ ചേരുവകളൊക്കെ ഒന്ന് നന്നായി വഴറ്റി സെറ്റാക്കി എടുക്കണം. കപ്പയും ചിക്കനും നന്നായി തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി കയറ്റി വയ്ക്കാം. എന്നിട്ട് എണ്ണയൊഴിച്ച് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതാ വലിയ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും ഇഞ്ചി ചതച്ചതും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. ഞാൻ എല്ലാ പണികളും വിറകടുപ്പിന്മേലാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ വിറകുണ്ട്. അതിന് 3 ലോഡ് വിറകടിച്ചതാണ്. അത് കഴിയുന്നില്ല, അത് മുഴുവനും ചെതല് പിടിച്ച് പോവുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് കാലമായി ഗ്യാസ് വേണ്ടെന്ന് വെച്ചു. ഗ്യാസ് ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എന്തിനും ഏതിനും ഗ്യാസ് കത്തിക്കും. അപ്പോൾ വിറക് ചോറും കറിയും മാത്രമേ അടുപ്പത്ത് ചെയ്യുകയുള്ളൂ. ബാക്കി സകല പണികളും നമ്മൾ ഗ്യാസിന്മേലാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിട്ട് എന്തായി, ഉള്ള വിറക് മുഴുവനും ചെതല് പിടിച്ചു. അപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു, ഇനി ഗ്യാസ് കുറച്ച് കാലത്തിന് വേണ്ട. ഈ വിറകൊക്കെ എന്തായാലും ഇത്രയും പൈസ കൊടുത്ത് ഇറക്കിയതല്ലേ, അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കത്തി തീരട്ടെ എന്ന്. പക്ഷേ പല്ലുവേദന കാരണം ഇപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഇന്ന് ആശുപത്രിയിൽ പോയി വന്നിട്ടേ ഉള്ളൂ. പല്ലുവേദന സഹിക്കാൻ വയ്യ, നീര് വന്നിരിക്കുന്നു. പല്ലെടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആകെ നേരം വൈകിപ്പോയി. ഇനി ഒരുപാട് പണികൾ എനിക്ക് ബാക്കി കിടക്കുന്നുണ്ട്. പോകുമ്പോഴൊക്കെ തിരുമ്പി ഇട്ട് പോയതാണ്. ഒക്കെ അഴിയിൽ അങ്ങനെ കിടക്കുകയാണ്. ഞങ്ങളിവിടെ തിരുമ്പുക എന്നാണ് കേട്ടോ പറയുക. ഇനി നിങ്ങളൊക്കെ എന്താ പറയുക എന്നറിയില്ല. മറ്റു ചിലരൊക്കെ എന്താ പറയുക, അലക്കുക എന്ന് പറയും. എന്തായാലും സംഗതി ഒന്ന് തന്നെയാണ്. ഞാനിതാ ഇവിടെ ഒക്കെ അലക്കിയിട്ട് പോയതാണ്. ഇനി ഇത് ഒന്ന് സെറ്റാക്കിയിട്ട് വേണം അതൊക്കെ ഒന്ന് പോയി എടുത്തുകൊണ്ടിരും. ഒക്കെ നനഞ്ഞിരിക്കുന്നു മഴ പെയ്തിട്ട്. ഇവിടെ ഭയങ്കര മഴ മൂടലാണ്. ആശുപത്രിയിൽ പോകുന്നവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ഇരട്ടിപ്പണിയായി വയ്യാത്ത സമയത്ത്. കുറേ പാത്രങ്ങൾ കഴുകാൻ സിങ്കിൽ കിടക്കുന്നുണ്ട്. കുറച്ച് പണിയൊക്കെ ഒതുക്കി വെച്ച് പോയതാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് കഴുകി ഒതുക്കുവാൻ. പിന്നെ ഇവിടെ ഒരു നായക്കുട്ടിയുണ്ട് കേട്ടോ. അർജുൻ എന്നാണ് അവൻ്റെ പേര്. അവന് ഇന്ന് ഭക്ഷണം കൊടുക്കാൻ വൈകിയിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം അവന് ഈ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാം. പാവം, അത് കുറച്ച് നേരമായി അതിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് ബഹളം വയ്ക്കുന്നു. എന്തായാലും നമ്മുടെ ചിക്കൻ കറിയുടെ മണമടിച്ചപ്പോൾ അവൻ്റെ ബഹളം ഒന്ന് നിന്നിറക്കും. അവന് മനസ്സിലായി അതായി കഴിഞ്ഞാൽ അവന് കൊടുക്കുമെന്നുള്ളത്. ഇപ്പോൾ ബഹളമൊന്നും ആൾ വെക്കുന്നില്ല. എന്തായാലും ആയിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊറാട്ടയും ഉണ്ട്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിലും ഞാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കട്ടെ.
ഇനിയും ഫുഡ് ഐറ്റംസുമായി വരും. കഥയും കവിതയും നാടൻ പാട്ടുകളും ഒക്കെയായി ഞാൻ ഇനിയും വരും. കവി പറഞ്ഞിട്ടുള്ളതുപോലെ പരിശ്രമിച്ചിടുകയിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങൾ നൽകിയത്രേ മർത്യനെ പാരിലേക്ക് അയച്ചതീശൻ എന്നല്ലേ കവി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.